ഫൗണ്ടേഷൻ ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബയോഗ്യാസ് വിത്ത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നമുക്കറിയാം, ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനമാണ് അവിടുത്തെ കക്കൂസ് മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, അതല്ലെങ്കിൽ അതിനുള്ള സെപ്റ്റിക് ടാങ്ക് എവിടെ നിർമ്മിക്കാം. നമ്മളുടെ പ്ലാൻ വരയ്ക്കുന്ന ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റുകൾ കൊടുക്കുമ്പോഴൊക്കെ അതിനകത്ത് സെപ്റ്റിക് ടാങ്കിന് ഒരു പ്രത്യേക സ്പേസ് നമ്മൾ കാണിച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ സ്പേസ് ഒരുപക്ഷെ കുറയ്ക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് വെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തതക്കുറവുണ്ടാകും. ആ സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആ വീടിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന പ്ലംബർ തരുന്ന ഉപദേശമോ അതല്ലെങ്കിൽ നമ്മൾ ഈ ടാങ്ക് വാങ്ങാനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഇത് നിർമ്മിക്കുന്ന കമ്പനിക്കാരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇത്ര അംഗങ്ങളുള്ള വീടിന് ഇത്ര ഫ്ലഷ് ഉള്ളത് മതി. പക്ഷേ നമ്മൾ അത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് ശേഷം പുറത്തു വരുന്ന വെള്ളമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട്പുട്ട് വാട്ടർ ഗ്രൗണ്ട് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവിടെയാണ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന രൂപത്തിൽ ബയോഗ്യാസ് വിത്ത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നത്. ഇതിനകത്ത് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന മുഴുവൻ ജൈവമാലിന്യങ്ങളും കക്കൂസ് മാലിന്യവും ഗ്രേ വാട്ടർ അതല്ലെങ്കിൽ അടുക്കളയിൽ നിന്നോ കുളിമുറിയിൽ നിന്നോ വരുന്ന സോപ്പ് കലർന്നിട്ടുള്ള വേസ്റ്റ് വാട്ടർ ഇതിനെയെല്ലാം കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കോംപ്രിഹെൻസീവ് സൊല്യൂഷനാണ് ബയോഗ്യാസ് വിത്ത് സെപ്റ്റിക് ടാങ്ക്. ഈ ബയോഗ്യാസ് വിത്ത് സെപ്റ്റിക് ടാങ്കിൽ നമ്മൾക്ക് ആദ്യമേ വരുന്നത് ഒരു ബയോ ഡൈജസ്റ്റർ സിസ്റ്റമാണ്. ഈ ബയോ ഡൈജസ്റ്റർ സിസ്റ്റത്തിലേക്ക് 2 ഇൻലെറ്റുകൾ വഴി, ഒരു ഇൻലെറ്റിലൂടെ നമ്മളുടെ ടോയ്ലറ്റുകളിൽ നിന്നെല്ലാം വരുന്ന സെപ്റ്റിക് വേസ്റ്റിനെ ഒരു ഇൻലെറ്റ് വഴി ഡൈജസ്റ്റിനകത്തേക്ക് ഫീഡ് ചെയ്യുന്നു. അത് അണ്ടർഗ്രൗണ്ട് ലൈൻ വഴിയാണ് വരുന്നത്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. രണ്ടാമത് ഒരു ലൈനിലൂടെ ഒരു ചേംബർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഫുഡ് വേസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്നു. ആ ഫീഡ് ചെയ്യുന്ന ഇൻലെറ്റ് പോയിൻ്റ് മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ നിന്നുണ്ടാകുന്ന ജൈവമാലിന്യം നമ്മളൊരു പിറ്റിൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ കൊണ്ടുപോയി ഇടുന്നത് പോലെ ഇൻലെറ്റിനകത്തേക്ക് ഇടുന്നു. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നു. ഇത്രയും മാത്രമാണ് ജൈവമാലിന്യം നമ്മൾ ഡൈജസ്റ്റിൽ ഫീഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഈ ടോയ്ലറ്റ് വേസ്റ്റിനകത്ത് ബയോളജിക്കൽ കണ്ടൻസ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ബയോ വേസ്റ്റ് ജൈവമാലിന്യത്തിലും ബയോളജിക്കൽ കണ്ടൻസ് ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ഡൈജസ്റ്റർ നിർമ്മിച്ച് അതിനകത്ത് ചാണകം വെച്ച് ഫില്ല് ചെയ്ത് ആ ചാണകം ഒരു 2-3 ദിവസം കൊണ്ട് കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് വേസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബയോഡൈജസ്റ്ററുള്ള ചാണകം കൾച്ചറായി ആ ബാക്ടീരിയാസ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് മീഥെയിൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ആ മീഥെയിൻ ബയോഗ്യാസിലൂടെ ബയോഗ്യാസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ മേജർ കണ്ടൻറ്റ് മീഥെയിൻ ആണ് വരുന്നത്. ആ മീഥെയിൻ ഗ്യാസിന് നമ്മൾക്കൊരു നോർമൽ പൈപ്പ് ലൈൻ വഴി നമ്മളുടെ കിച്ചണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ഫിൽട്രേഷൻ സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ LPG കത്തിക്കുന്നത് പോലെ തന്നെ ഈ ബയോഗ്യാസിനെ നമ്മളുടെ വീട്ടിൽ പാചകവാതകമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സംഭവിക്കുന്നത് ഈ വേസ്റ്റ് ഡൈജസ്റ്റ് ആകുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന കണ്ടൻസ് ഒരു ഗേഷ്യസ് ഫോമിലേക്ക് മാറുകയും അതിലെ പ്രധാന കണ്ടൻ്റ് ആയിട്ടുള്ള മീഥെയിൻ നമുക്കൊരു കുക്കിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കാം. അതേസമയം ഈ ഒരു സിസ്റ്റം ഇല്ല, നമ്മൾ ജൈവമാലിന്യം തുറസായ ഒരു സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വിഘടിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന മീഥെയിനും മറ്റു വാതകങ്ങളും ഇതിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മളുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയും, നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് പോയി നമ്മുടെ ഓസോൺ ലെയറിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടോക്സിക് ഗ്യാസാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിക്ക് ഹാംഫുള്ളായിട്ടുള്ള അതല്ലെങ്കിൽ മനുഷ്യജീവന നിലനിൽപ്പിന് ആഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾക്ക് ഈ ബയോഗ്യാസ് വിത്ത് സെപ്റ്റിക് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ ഇതിൽ നിന്നുണ്ടാകുന്ന വാതകത്തെ ഒരു കുക്കിംഗ് ഗ്യാസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് വാട്ടർ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രൂപത്തിൽ ഡൈജഷൻ നടന്നിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന ഔട്ട്ലെറ്റ് വാട്ടറിനെ ബാത്റൂം വാട്ടറായിട്ടും കിച്ചണിൽ നിന്ന് വരുന്ന സോപ്പ് കലർന്നിട്ടുള്ള വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അതിനെയും ഒന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിനു ശേഷം ഈ ടോട്ടൽ എല്ലാ വെള്ളവും കൂടി കൂടിയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ ഒരു സോക്ക് പിറ്റിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് അത് പ്രോപ്പർ ഡിസൈനിലുള്ള ഒരു സോക്ക് പിറ്റ് വഴി മണ്ണിലേക്ക് സോക്ക് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഒരു ടോട്ടൽ സിസ്റ്റമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളൊരു കൺവെൻഷണൽ ടൈപ്പ് സെപ്റ്റിക് ടാങ്ക് വെക്കുന്നത് അതേ സ്ഥലം തന്നെ നമുക്ക് മതിയാകും.
അതിന് ചിലവാക്കുന്ന കോസ്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഇതിനും വേണ്ടി വരികയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാലിന്യം നമുക്ക് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാം. ആ മാലിന്യം സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്നൊരു അഡീഷണൽ ഫീച്ചറായിട്ടൊരു കുക്കിംഗ് ഗ്യാസ് ലഭിക്കുന്നു. അപ്പോൾ ഒരു വർഷം നമ്മൾ ഒരു 12 സിലിണ്ടർ യൂസ് ചെയ്യുന്ന ഒരു വീടിനെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ 4-5 സിലിണ്ടർ ഈ ബയോഗ്യാസ് വഴി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മളുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കുക്കിംഗ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെ വിവിധ രൂപത്തിലുള്ള പ്രയോജനമുള്ള ഒരു സിസ്റ്റമാണ് ബയോഗ്യാസ് വിത്ത് സെപ്റ്റി ടാങ്ക്. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ വീട് നിർമ്മിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായും ഈ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് കുക്കിംഗ് ഗ്യാസിന് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂലും ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതിന് സാധിക്കുന്നതാണ്. Northam's leading to zero waste.